ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലിൽ US സമ്മർദ്ദങ്ങൾ തിരിച്ചടിയാകുന്ന സാഹചര്യമാണ് ഈ അടുത്ത കാലത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. ഇറാനിൽ ദീർഘകാലമായി നേരിടുന്ന സാമ്പത്തിക ഉപരോധങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും പിന്നിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് US ആണ്. എന്നാൽ ഈ സമ്മർദ്ദങ്ങൾ പലപ്പോഴും അമേരിക്കയുടെ തന്ത്രങ്ങൾക്ക് തന്നെ തിരിച്ചടിയാവുകയും ചെയ്യുകയാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾ കാരണം ഇറാന്റെ എണ്ണ കയറ്റുമതി വലിയ തോതിൽ കുറഞ്ഞെങ്കിലും ഇറാൻ പുതിയ വ്യാപാര മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ഇറാൻ സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തിയത് കൊണ്ട് തന്നെ അമേരിക്കൻ നിയന്ത്രണങ്ങളെ മറികടക്കാനുള്ള വഴികൾ ഇറാൻ കണ്ടെത്തി. അതേസമയം പശ്ചിമേന്ത്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും അമേരിക്കക്ക് സാമ്പത്തികവും സൈനികവുമായ സമ്മർദ്ദങ്ങളാണ് സൃഷ്ടിക്കുന്നത്. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ എണ്ണവിലയിൽ അനിശ്ചിതത്വം ഉണ്ടാക്കുകയും അതിലൂടെ ആഗോള വിപണിയിൽ ആഘാതം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടും അവരെ പൂർണ്ണമായി സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ അമേരിക്കക്ക് സാധിച്ചിട്ടില്ല എന്നാണ് പല അന്താരാഷ്ട്ര നിരീക്ഷകരുടെയും വിലയിരുത്തൽ. ഇറാൻ യുദ്ധം എങ്ങോട്ട് നീങ്ങുമെന്ന ആശങ്കയിലാണ് നിക്ഷേപകർ. അതിനിടെ ഇറാനിലെ തന്ത്രപരമായ കാർഗു ദ്വീപിൽ പ്രഹരിച്ചിരിക്കുകയാണ് US സൈന്യം. ഇറാന്റെ 90% എണ്ണ കയറ്റുമതി നടക്കുന്ന സ്ഥലമാണിത്. ദ്വീപിലെ സൈനിക കേന്ദ്രത്തിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അതിനിടെ ഹോർമൂസ് കടലെടുക്ക് തടഞ്ഞാൽ ഇറാന്റെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളടക്കം തകർക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലായി പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ ഇതുവരെ US ആക്രമണം നടത്തിയിരുന്നില്ല. ഖാർഗിലെ എണ്ണ ടെർമിനൽ തകർക്കുന്നത് വർഷങ്ങളോളം ഇറാനെ സാമ്പത്തികമായി തളർത്താനാകും. എന്നാൽ രാജ്യാന്തര ക്രൂഡ് ഓയിലിൽ വിലയും റെക്കോർഡിലേക്ക് കുതിക്കും. ഇറാനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷം ശക്തമായതോടെ എണ്ണ ടാങ്കറുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും കപ്പൽ ഗതാഗത തടസ്സങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് വിപണിയിൽ എണ്ണ ലഭ്യത കുറയുമെന്ന ആശങ്ക ഉയർന്നത്. ഇതിന്റെ ഫലമായി ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ചില ദിവസങ്ങളിൽ ബാരലിന് $100 കടന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനിടെ എണ്ണവില നിയന്ത്രിക്കാൻ ചില രാജ്യങ്ങൾ അടിയന്തര നടപടികൾ സ്വീകരിച്ചു. ആഗോള ഊർജ്ജ സംഘടനയായ ഇന്റർനാഷണൽ എനർജി ഏജൻസി അംഗരാജ്യങ്ങളുടെ സംഭരണത്തിൽ നിന്ന് കോടിക്കണക്കിന് ബാരൽ എണ്ണ വിപണിയിൽ ഇറക്കാനുള്ള സാധ്യതയാണ് പരിഗണിച്ചത്. ഇതിലൂടെ വിപണിയിലെ സമ്മർദ്ദം കുറയ്ക്കാനാണ് ശ്രമം. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഉൽപാദനം കുറയുന്നതും എണ്ണവില ഉയരാൻ കാരണമായി. ചില മേഖലകളിൽ എണ്ണ ഉൽപാദനം കുറയുകയും കയറ്റുമതി തടസ്സപ്പെടുകയും ചെയ്തു. ഇറാനും റഷ്യയും തമ്മിലുള്ള രാഷ്ട്രീയ സൈനിക ബന്ധം അടുത്ത വർഷങ്ങളിൽ വളരെ ശക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇരു രാജ്യങ്ങളും പരസ്പരം കൂടുതൽ സഹകരണം വർദ്ധിപ്പിച്ചു. ചില പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നതിനനുസരിച്ച് ഇറാൻ റഷ്യക്ക് ഡ്രോൺ സാങ്കേതിക വിദ്യ നൽകിയതായി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പകരമായി റഷ്യ ഇറാനെ സൈനിക സാങ്കേതിക വിദ്യയിലും പ്രതിരോധ സംവിധാനങ്ങളിലും സഹായിക്കാമെന്ന വിലയിരുത്തലുകളും അന്താരാഷ്ട്ര രാഷ്ട്രീയ വിശകലനങ്ങളിൽ ഉയരുന്നുണ്ട്. എങ്കിലും ഇപ്പോഴുള്ള പശ്ചിമേന്ത്യയിലെ സംഘർഷങ്ങളിൽ റഷ്യ നേരിട്ട് സൈനികമായി ഇറാനൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കുന്നുവെന്ന തെളിവ് ലഭിച്ചിട്ടില്ല. റഷ്യ സാധാരണയായി രാഷ്ട്രീയ പിന്തുണ, നയതന്ത്ര പിന്തുണ, ആയുധ സഹകരണം എന്നിവയുടെ രൂപത്തിലാണ് ഇറാനുമായി ബന്ധം നിലനിർത്തുന്നത്. അതേസമയം US ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിനെതിരെ പ്രഖ്യാപിച്ച ക്രിമിനൽ അന്വേഷണത്തിൽ ട്രംപിന് തിരിച്ചടിയായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പവൽ കോടതിയിൽ ഹാജരായി മൊഴി നൽകാനുള്ള നിർദ്ദേശവും കോടതി തടഞ്ഞു. US കേന്ദ്ര ബാങ്കിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ US ഭരണകൂടം ശ്രമിക്കുന്നതിന്റെ തെളിവാണിതെന്നാണ് കോടതി നിരീക്ഷിച്ചത്. പവൽ കുറ്റം ചെയ്തതായി തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് ഇതുവരെ കഴിഞ്ഞില്ലെന്നും വാഷിംഗ്ടണിലെ ജില്ലാ കോടതി നിരീക്ഷിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.